പൊറോട്ട പേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. മൈദ ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഓയിൽ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇത് ചെറു ചൂടുവെള്ളമാണ്. അതുപോലെ ഈസ്റ്റ് ഉണ്ട്, പഞ്ചസാര, അതുപോലെ ബട്ടർ. നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ഒരു സ്പൂണോളം ഇടണം. ഇതിലേക്ക് പഞ്ചസാരയും നമ്മൾ 1 സ്പൂൺ ഇടണം. അതിനുശേഷം നമ്മളിത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഈ ഉപ്പും പഞ്ചസാരയും എല്ലായിടത്തും എത്താൻ. അതിനുശേഷം ഓയിൽ ഒരു 3 ടേബിൾ സ്പൂണോളം, അതായത് ചെറിയ ടേബിൾ സ്പൂണാണ്, ചെറിയ ടേബിൾ സ്പൂണുകൾ ഒഴിക്കുക. ബട്ടർ ഒരു 1.5 സ്പൂണുള്ളൂ. ഈസ്റ്റ് 1 സ്പൂണോളം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലായിടത്തേക്കും മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക. ഇത് നമ്മൾ 5 മിനിറ്റോളം കുഴച്ച മാവാണ്. ഇത് 5 മിനിറ്റ് നന്നായി കുഴച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിലാവും. അതിനുശേഷം നമുക്ക് ഇത് ഒരു 2 മണിക്കൂറോളം നമുക്ക് റെസ്റ്റിൽ വയ്ക്കാം. കുഴച്ച് കഴിഞ്ഞ് നമ്മൾ ഈ 2 മണിക്കൂർ വെച്ചതിന് ശേഷം ഇതിനടുത്ത് ഇതുപോലെ ചെറിയ ബോളുകളാക്കിയിടുക. അപ്പോൾ നമ്മൾ ഇതേപോലെ കയ്യിൽ രണ്ടും നന്നായി ഓയിൽ പുരട്ടുക. അതിനുശേഷം ഒരു ബോൾ എടുക്കുക, കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെയാണ് ഓയിൽ പുരട്ടണം. എന്നിട്ട് ഈ സൈഡിലേക്ക് 4 സൈഡിലേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തള്ളി ഈ സാധനത്തിനെ വലുതാക്കുക. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. അടുത്ത് കൊണ്ടുവന്ന് കാണിക്കുക. അതായത് ഈ കൈ അടിയിലും ഈ കൈ മുകളിലായിട്ട് പിടിച്ച് 2 അടി ഇങ്ങനെ അടിക്കുക. സംഭവം ചുരുട്ട്. ഇപ്പോൾ സംഭവം 2 ബോളുകളെ. അതിനുശേഷം ഇതിൻ്റെ നടുക്കിൽ ഒരു അല്പം ഓയിൽ ഒഴിക്കുക, കൊടുക്കുക. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. ഓയിലൊഴിച്ച് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം റോളർ എടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ബെസ്റ്റ് നന്നായി വലിച്ച്, കാരണം റിട്ടേൺ വരാൻ സാധ്യതയുണ്ട്. ഇത്രയും സ്മൂത്താണ്. അതിനുശേഷം മറിച്ചിട്ടിട്ട് അതുപോലെ തന്നെ വളരെ നൈസാക്കിയിട്ട് നൈസ് പൊറോട്ട കിട്ടും. വളരെ അളിരുകളൊക്കെ തിരിയുന്നുണ്ട് അതിൻ്റെ അകത്ത്. എന്നിട്ട് ഇതുപോലെ തന്നെ നൈസായിട്ട് നമ്മൾ അങ്ങനെ തന്നെ കയ്യിലേക്ക് ഇങ്ങനെ എടുക്കുക. ഇതുപോലെ തട്ടിലേക്ക് ഇടുക. തട്ട് കല്ല് നന്നായി ചൂടായി കിടക്കുമ്പോൾ അതിലേക്ക് ഇടുക. ബബിൾസ് ഇങ്ങനെ വരില്ലേ, ആ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സാധനം ആ ഫസ്റ്റ് ബബിൾസ് വരുമ്പോൾ തന്നെ മറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഓയിലോ ഡാൽഡോ തുള്ളിയിട്ട് കൊടുക്കുക. 2-3 തുള്ളി മാത്രം ഇട്ടാൽ മതി. ആ ഓയിലിട്ട സ്ഥലം മാത്രം ഒന്നും കൂടി മൊരിഞ്ഞ് കിട്ടാം. അതിനുശേഷം വീണ്ടും മറിച്ചിടുക. ഇവിടെയും ഒന്ന് ഓയിൽ തുള്ളിയിടുക. അപ്പോൾ ഇങ്ങനെ പൊന്തി വരും. അവിടെ നിന്ന് പൊന്തി വരുന്നിടത്തൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കുക. വീണ്ടും മറിച്ചിടുക. ഉണ്ടല്ലേ, പൊറോട്ട റെഡിയായി. പിന്നെ ഈ പൊറോട്ടകളെ നമുക്ക് അളിര് തിരിക്കുന്നത് ഇതൊന്നിന് മുകളിൽ ഒന്ന് വെക്കുക. അതിന് ശേഷം ഈ കൈ കൊണ്ട് ഇങ്ങനെ എങ്ങനെയാണ് നമ്മുടെ കേരള പൊറോട്ട ഉണ്ടാക്കുക, വീശടിച്ച് പൊറോട്ട ഉണ്ടാക്കാൻ എത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പമായിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം.